ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സാമ്പിൾ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ദ പോയിന്റ്സ് എക്സ് കോമ വൈ ഈസ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 7,1 ആൻഡ് 3,5. അപ്പം ഈ എക്സ് കോമ വൈ എന്ന് പറയുന്നത് 7,1 നിന്നും 3,5 നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തു നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാനാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പം മിക്ക സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ ആയിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന്. റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നന്നായി വായിച്ച് മനസ്സിലാക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? എക്സും വൈയും ഈ രണ്ട് പോയിന്റുകളിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ലൈൻ വരച്ച് കാണിക്കാം. ഇതാണ് പോയിൻ്റ് എക്സും വൈയും. ദിസ് ഈസ് 7,1 ആൻഡ് ദിസ് ഈസ് 3,5. അതിൻ്റെ അർത്ഥം ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും എന്താണെന്ന് അതിൻ്റെ അർത്ഥം ഈക്വൽ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനെ ഞാൻ പി എന്നെടുക്കുന്നു. ഇതിനെ ഞാൻ പി എന്നെടുക്കുന്നു. ഇതിനെ ഞാൻ ഈ പോയിന്റിനെ ഞാൻ എ, ഇതിനെ ഞാൻ ബി എന്നെടുക്കുന്നു. അപ്പോൾ പി എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ പിയും പി ബിയും ഈക്വൽ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എ പി ഈസ് ഈക്വൽ ടു പി ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ലെറ്റ് പി എക്സ് കോമ വൈ ബി ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം ദി പോയിൻറ്റ്. നമ്മുടെ പോയിന്റുകൾക്കൊന്നും പേര് തന്നിട്ടില്ല, നമ്മൾ പേര് കൊടുത്ത് ഇവിടെ എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. എ 7,1 ആൻഡ് ബി 3,5. അപ്പോൾ ഈക്വി ഡിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ പി ഈസ് ഈക്വൽ ടു ബി പി. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇവിടെ വെച്ച് സ്ക്വയർ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് റൂട്ട് ഇട്ടാണ് വരിക അല്ലേ? അപ്പോൾ നമുക്ക് റൂട്ട് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ഇതിനെ ഇവിടെ വെച്ച് അങ്ങ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഇല്ലാതെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ റൂട്ട് ഇട്ട് തന്നെ ചെയ്തോ, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പിന്നീട് നിങ്ങൾ സ്ക്വയർ ചെയ്യേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ നമുക്ക് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? x1 മൈനസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ. അതായത് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എ പിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. നമുക്കിവിടെ പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. എ പിയുടെ ഡിസ്റ്റൻസ് എത്രയാണ് എന്നറിയില്ല. അത് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ പി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ട്? റൂട്ടുണ്ട്. അപ്പോൾ എ പി ഈസ് ഈക്വൽ ടു ബി പി ചെയ്യുമ്പം ദിസ് ഈസ് ഈക്വൽ ടു വീണ്ടും ഇവിടെ ഒരു റൂട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്യാൻ പാടായിരിക്കും. ട്രാൻസ്പോസ് ചെയ്യണേ ഈ സ്ക്വയർ മാറ്റിയെങ്കിലേ നമുക്ക് ചെയ്യാൻ റൂട്ട് മാറ്റിയെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൂട്ട് മാറ്റണേ എന്ത് ചെയ്യണം? ഇതിനെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്യണം. അപ്പം നിങ്ങൾ എഴുതി കഴിഞ്ഞ് സ്ക്വയർ ചെയ്യുന്നതിനെക്കാട്ടിൽ എളുപ്പം ഇവിടെ വെച്ച് ഇതിനെ അങ്ങ് ഇപ്പോഴേ എന്താക്കി എഴുതണം? ഇതിനെ നിങ്ങൾ സ്ക്വയർ ആക്കി എഴുതണം. അപ്പോൾ എ പി ഈസ് ഈക്വൽ ടു ബി പി. സോ നമുക്ക് എന്തെഴുതാം? എ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി പി സ്ക്വയർ. അപ്പോൾ എ പി ഇതാണ് എങ്കിൽ എ പി സ്ക്വയർ എന്ത് വരും? ഇത് റൂട്ട് ഇല്ലാതെ വരും. റൂട്ട് മാറിയിട്ട് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. y1 മൈനസ് y2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇക്വേഷൻ എങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും ഇക്വേഷൻ സെയിം ആണ്. ഇപ്പോൾ ഇതിന് മുമ്പുള്ള 3 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലും ഞാനത് എന്തുകൊണ്ടാണ് 2 മെത്തേഡിൽ എഴുതിയാലും ശരിയെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എ പി സ്ക്വയറും ബി പി സ്ക്വയറും എഴുതുന്നു. ദാറ്റ് ഈസ് എ പി സ്ക്വയർ. എ പി എന്താണ്? എയും പിയും തമ്മിലുള്ളത് എഴുതണം അല്ലേ? അപ്പോൾ 7 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7 മൈനസ് 1 അല്ല, 7 മൈനസ് എക്സ് ആണ് കേട്ടോ. 7 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ
പ്ലസ് 1 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, ഇതാണ് എ പി സ്ക്വയർ എന്ന് പറയുന്നത്. ഇസ് ഇക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്തത് കൊണ്ട് എന്ത് പോയി? റൂട്ട് ഇവിടെ നിന്ന് പോയി. ഇനി അടുത്തത് ബി പി. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മളിതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 7 സ്ക്വയർ ഈസ് 49 മൈനസ് 7 2s are 14x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2y പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു, ഇതിനെ ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് 3 2s are 6x പ്ലസ് 9 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10y പ്ലസ് 25. ഇനി രണ്ടിടത്തും എക്സ് സ്ക്വയറിന് സൈൻ സെയിം ആണ്, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തു. വൈ സ്ക്വയറും ഈക്വൽസിന് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ സൈനാണ്, അതുകൊണ്ട് കട്ട് ചെയ്തു. അപ്പോൾ ഈക്വൽസിൻ്റെ അപ്പുറയും ഇപ്പുറയും, അതായത് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഒരേപോലത്തെ സൈനും ഒരേ ടേമും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇനി ഇവിടെ എക്സ് സ്ക്വയർ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരേപോലത്തെ സൈൻ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? 49 പ്ലസ് 1 50 മൈനസ് 14x മൈനസ് 2y ഇസ് ഇക്വൽ ടു, ഇവിടെ എന്തൊക്കെയാണുള്ളത്? 25 പ്ലസ് 9 ഈസ് 34 മൈനസ് 6x മൈനസ് 10y. ഇനി വേരിയബിൾ ഉള്ളതെല്ലാം നമ്മൾ ഒരിടത്ത് കൊണ്ടുവരുന്നു, കോൺസ്റ്റൻറ്റിനെ എല്ലാം ഒരിടത്താക്കുന്നു. അപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സും വൈയും ഉള്ളതിനെ ഇവിടെ കൊണ്ടുവരുന്നു, 50യെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് 14x പ്ലസ് 6xനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്തു, മൈനസ് 2y മൈനസ് 10yയെ ചെയ്യുമ്പോൾ പ്ലസ് 10y ഇസ് ഇക്വൽ ടു 34. 50യെ നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുന്നു, അപ്പോൾ മൈനസ് 50. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് മൈനസ് 8x പ്ലസ് 8y ഇസ് ഇക്വൽ ടു മൈനസ് 16. 8 നമ്മൾ കോമൺ എടുക്കുന്നു, മൈനസ് 8 നമ്മൾ കോമൺ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ, ബ്രാക്കറ്റിന് വെളിയിൽ മൈനസ് ആയതുകൊണ്ട് ഈ പ്ലസ് മൈനസ് ആയിട്ട് മാറി, ഇസ് ഇക്വൽ ടു മൈനസ് 16. എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു എന്ത് വരും? മൈനസ് 16 ബൈ മൈനസ് 8. എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു 2. കണ്ടോ, റിലേഷൻ നമുക്ക് കിട്ടി, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, എക്സിൻ്റെയും വൈയുടെയും റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ പോയിൻ്റ് ഇതിൽ രണ്ടിൽ നിന്ന് ഈക്വിഡിസ്റ്റൻ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ പി ഈസ് ഈക്വൽ ടു ബി പി. അപ്പോൾ റൂട്ട് മാറാൻ വേണ്ടി നമ്മളിതിനെ സ്ക്വയർ ചെയ്തിട്ടാണ് ചെയ്യുക കേട്ടോ. ഇനി സ്ക്വയർ ചെയ്യാതെ ഡയറക്റ്റ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നമ്മളിവിടെ എല്ലാം റൂട്ട് ഇട്ട് വരുമ്പം ഈ റൂട്ട് മാറിയെങ്കിലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇവിടെ വെച്ച് സ്ക്വയർ ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടിൽ നല്ലത് ഇവിടുന്ന് നിങ്ങൾ സ്ക്വയർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈക്വിഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞതാ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനൊക്കെ എന്ത് ചെയ്യണം? ആദ്യമേ അങ്ങ് സ്ക്വയർ ചെയ്തോണം കേട്ടോ. അപ്പോൾ നമ്മുടെ 4th എക്സാമ്പിളും കഴിഞ്ഞു. ഇനി അടുത്തതുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.